ഡ്രോയിങ്സിന് ഇൻട്രസ്റ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ 3 കേസിൽ എങ്ങനെയാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് പഠിച്ചു കഴിഞ്ഞു. ഏതെല്ലാമായിരുന്നു? ഡേറ്റ് ഓഫ് വിഡ്രോവലും എമൗണ്ട് ഓഫ് വിഡ്രോവലും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും തരുമ്പോൾ എങ്ങനെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. രണ്ടാമതായിട്ട് പഠിച്ചത് ഡേറ്റ് ഓഫ് വിഡ്രോവൽ തരുന്നില്ല, പിൻവലിക്കുന്ന തീയതി തരുന്നില്ല, എമൗണ്ട് ഓഫ് വിഡ്രോവലും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും തരുന്നു. വിഡ്രോ ചെയ്ത എമൗണ്ടും ഇൻട്രസ്റ്റ് റേറ്റും തരുന്നു. ആ കേസിൽ എങ്ങനെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. മൂന്നാമതായിട്ട് നമ്മൾ പഠിച്ചത് ഡിഫറെന്റ് എമൗണ്ട്സ് ആർ വിഡ്രോൺ അറ്റ് ഡിഫറെന്റ് ഇന്റർവൽസ്. ഈ 3 രീതിയിലും ഇൻട്രസ്റ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പഠിച്ചു കഴിഞ്ഞു. ഇന്നത്തെ രീതിയിൽ എന്താ പറയുന്നത്, വേറെ ഫിക്സഡ് എമൗണ്ട് ഈസ് വിഡ്രോൺ എവരി മന്ത്. എല്ലാ മാസവും ഒരു ഫിക്സഡ് എമൗണ്ട് നമ്മൾ പിൻവലിക്കുന്നു എന്നിരിക്കട്ടെ. ഫോർ എക്സാമ്പിൾ 5000 രൂപ വെച്ച് എല്ലാ മാസവും നമ്മൾ പിൻവലിക്കുന്നു. ആ കേസിൽ എങ്ങനെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം? ഇങ്ങനെ ഇവിടെ എല്ലാ മാസവും എമൗണ്ട് പിൻവലിക്കുമ്പോൾ ഒരു പാർട്ട്ണറിന് ആ മാസത്തിന്റെ ആദ്യം പിൻവലിക്കാം, മിഡിലില് 15-ാം തീയതിയോടെ പിൻവലിക്കാം, എൻഡില് മാസം അവസാനത്തോടുകൂടി പിൻവലിക്കാം. അങ്ങനെ 3 രീതിയിൽ എമൗണ്ട് പിൻവലിക്കാം. 3 ഡേറ്റിൽ, അതായത് ബിഗിനിങ് ഓഫ് ദി മന്ത് ആകാം, മിഡിൽ ഓഫ് ദി മന്ത് ആകാം, എൻഡ് ഓഫ് ദി മന്ത് ആകാം. ഒരു മാസത്തിന്റെ ആദ്യമാകാം, മിഡിലാകാം, അവസാനമാകാം. അപ്പൊ ഈ 3 കേസിലും എങ്ങനെയാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് കേസ്, ഒരു പാർട്ട്ണർ എല്ലാ മാസത്തിന്റെയും തുടക്കത്തിൽ എമൗണ്ട് പിൻവലിക്കുകയാണെങ്കിൽ എങ്ങനെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം അതാണ് പറഞ്ഞിരിക്കുന്നത്. ഫിക്സഡ് എമൗണ്ട് ഈസ് വിഡ്രോൺ അറ്റ് ദി ബിഗിനിങ് ഓഫ് എവരി മന്ത്. ഫോർ എക്സാമ്പിൾ, എ എന്ന് പറയുന്ന ഒരു പാർട്ട്ണർ 5000 രൂപ വെച്ച് എല്ലാ മാസവും ആദ്യം ഫസ്റ്റ് ഡേ ഓഫ് ദി മന്തില് പിൻവലിക്കുന്നു. ടോട്ടൽ ഡ്രോയിങ്സ് എത്ര വരും? ഒരു വർഷമാണ് നമ്മുടെ അക്കൗണ്ടിങ് ഇയർ എങ്കിൽ 12 ഗുണം 5000 60,000 രൂപ ടോട്ടൽ ഡ്രോയിങ്സ് വരും. ആ 60,000 രൂപയ്ക്കാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ആവറേജ് പീരീഡിലേക്കാണ് നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഈ കേസിൽ നമ്മൾ പീരീഡ് എടുക്കുമ്പോൾ ആവറേജ് പീരീഡിലേക്ക് വേണം ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പൊ എങ്ങനെയാണ് ആവറേജ് പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ബിഗിനിങ് ഓഫ് ദി മന്തിലാണെങ്കിൽ ആവറേജ് പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന്റെ ഇക്വേഷൻ ആവറേജ് പീരീഡ് ഈസ് ഈക്വൽ ടു total period in months plus 1 divided by 2. അതായത് ഒരു ഫിക്സഡ് എമൗണ്ട് എല്ലാ മാസവും പിൻവലിക്കുകയാണെങ്കിൽ അയാൾക്ക് ഒരു മാസത്തിന്റെ ബിഗിനിങ്ങിൽ പിൻവലിക്കാം, മിഡിലിൽ പിൻവലിക്കാം, എൻഡിൽ പിൻവലിക്കാം. ഈ 3 കേസിലും ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ആവറേജ് പീരീഡിലേക്കാണ്. ബിഗിനിങ് ഓഫ് ദി മന്ത് ആണെങ്കിൽ, മാസത്തിന്റെ തുടക്കത്തിലാണെങ്കിൽ എങ്ങനെയാണ് ആവറേജ് പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ആവറേജ് പീരീഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ പീരീഡ് ഇൻ മന്ത്സ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2. ടോട്ടൽ പീരീഡ് ഇൻ മന്ത്സ് എന്ന് പറയുമ്പോൾ എത്ര മാസം വരും? 12 മന്ത്സ് ഇല്ലേ? പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 13 ഡിവൈഡഡ് ബൈ 2 is equal to 6.5 മന്ത്സ് ആണ് വരുന്നത്. 6.5 മന്ത്സ് വരും. 6.5 മാസത്തേക്കാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ബിഗിനിങ്ങിലാണെങ്കിൽ. അതിനുശേഷം ആവറേജ് പീരീഡ് കണ്ടതിന് ശേഷം നമ്മൾ ഈ ആവറേജ് പീരീഡിന് ഇൻട്രസ്റ്റ് പറയുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ടോട്ടൽ ഡ്രോയിങ്സ് ഇൻറ്റു ആവറേജ് പീരീഡ് ഇൻറ്റു റേറ്റ്. ടോട്ടൽ ഡ്രോയിങ്സ് കണ്ടിട്ട് അതിന്റെ ആവറേജ് പീരീഡിലേക്ക്, ആവറേജ് പീരീഡ് ബിഗിനിങ്ങിലാകുമ്പോൾ 6.5 മാസമാണ് വരുന്നത്, 6.5 മന്ത്സിലേക്ക് അവർ പറയുന്ന റേറ്റില് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഒരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. Z is a partner in a firm. He withdraws 5,000 per month regularly at the beginning of every month during the year 2014. Interest on drawings is 10% per annum. Calculate interest on drawings. Z എന്ന് പറയുന്ന ഒരു പാർട്ട്ണർ എന്താണ് 5000 രൂപ വെച്ച് സ്ഥിരമായി പിൻവലിക്കുന്നു. പാർട്ട്ണറിന്റെ പേര് Z.
5000 പെർ മന്ത് ആണ്. എല്ലാ മാസവും ബിഗിനിങ് ഡേറ്റില് 5000 രൂപ വെച്ച് പിൻവലിക്കുന്നു. അപ്പോൾ ടോട്ടൽ ഡ്രോയിങ്സ് എത്ര വരും? ടോട്ടൽ ഡ്രോയിങ്സ് ഈസ് ഈക്വൽ ടു അയാളുടെ ടോട്ടൽ ഡ്രോയിങ്സ്, ആ ഒരു വർഷത്തെ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് 5000 ഇൻറ്റു 12 60,000 60,000 ആണ്. ഈ ഒരു വർഷത്തെ 1st ജാനുവരി 2014 ടു 31st ഡിസംബർ 2014 ആണ് അക്കൗണ്ടിങ് ഇയർ. ഈ ഒരു അക്കൗണ്ടിങ് ഇയറിൽ അയാൾ മൊത്തം പിൻവലിച്ച തുക എന്ന് പറയുന്നത് 60,000 ആണ്. 5,000 per month regularly at the beginning of every month. Interest on drawings is 10% per annum. Rate of interest എന്ന് പറയുന്നത് എത്രയാണ്? 10%. 10% ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നത്. കാൽക്കുലേറ്റ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എങ്ങനെ കേസിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യത്തിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്? ഇസഡ് എന്ന് പറയുന്ന പാർട്ട്ണർ എല്ലാ മാസവും ആദ്യം 5000 രൂപ വെച്ച് പിൻവലിക്കുന്നു. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10%. ഇത്രയും കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ ഇതിന് ഇൻട്രസ്റ്റ് ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ ബിഗിനിങ് ഓഫ് ദി മന്ത് ആകുമ്പോൾ ആവറേജ് പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ടോട്ടൽ പീരീഡ് ഇൻ മന്ത്സ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് 6.5 മന്ത്സ്. 6.5 മാസത്തേക്കാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെ ആവറേജ് പീരീഡ് ഈസ് ഈക്വൽ ടു എന്താണ്? ടോട്ടൽ പീരീഡ് ഇൻ മന്ത്സ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 6.5 മന്ത്സ്. അതിനുശേഷം നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഈസ് ഈക്വൽ ടു നമ്മൾ പറഞ്ഞു അയാളുടെ ഡ്രോയിങ്സിനാണ് ടോട്ടൽ മൊത്തം ആ ഒരു വർഷം മൊത്തം അയാൾ എത്ര തുകയാണോ പിൻവലിച്ചത് ആ തുകയ്ക്കാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. മൊത്തം എത്ര രൂപ പിൻവലിച്ചു? 5,000 പെർ മന്ത് ആണ്. ഒരു മാസം 5000 രൂപ. അപ്പോൾ 12 മാസത്തേക്ക് എത്ര വരും? 60,000 രൂപ. ആ 60,000 ടോട്ടൽ ഡ്രോയിങ്സ് 60,000 ഇൻറ്റു ആവറേജ് പീരീഡ്. ആവറേജ് പീരീഡ് 6.5 മന്ത്സ് ഡിവൈഡഡ് ബൈ 12. 12 6 മാസത്തേക്ക്. അതിനുശേഷം റേറ്റ് 10%. അപ്പോൾ 100ൽ 10. 3,250 rupees. ഇതാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് വരുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ ചെയ്ത കണക്കെന്ന് പറയുന്നത് എല്ലാ മാസവും ആദ്യം ഒരു പാർട്ട്ണർ ഫേമിൽ നിന്നും അയാളുടെ പേഴ്സണൽ പർപ്പസിന് വേണ്ടി എമൗണ്ട് പിൻവലിക്കുകയാണെങ്കിൽ, ഒരു നിശ്ചിത തുക പിൻവലിക്കുകയാണെങ്കിൽ, അങ്ങനെ പിൻവലിക്കുന്ന തുകയ്ക്ക് എങ്ങനെ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യും? എങ്ങനെയാണ്? ആവറേജ് പീരീഡിലേക്കാണ് ഈ കേസിൽ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ആവറേജ് പീരീഡ് ആദ്യം കണ്ടുപിടിക്കണം. ബിഗിനിങ് ഓഫ് ദ മന്ത് ആണെങ്കിൽ ആവറേജ് പീരീഡ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ടോട്ടൽ പീരീഡ് ഇൻ മന്ത്സ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ 6.5 മന്ത്സ് ആണ് കിട്ടുന്നത്. ആ 6.5 മന്ത്സിലേക്ക് വേണം ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. Then interest on drawings is equal to total drawings. Total drawings ആണ് നമ്മൾ കണ്ടുപിടിക്കണം. ഒരു മാസം പിൻവലിക്കുന്ന തുകയാണ്. ഒരു മാസം എത്ര രൂപയാണ് അയാൾ പിൻവലിക്കുന്നത്? 5000 രൂപ ഈ കേസിൽ. അങ്ങനെ 12 മാസം ആകുമ്പോൾ മൊത്തം ഉള്ള ഡ്രോയിങ്സ് എന്ന് പറയുന്നത് 60,000 വരും. 12 ഗുണം 5000 60,000. 60,000 ഗുണം ആവറേജ് പീരീഡ്. ആവറേജ് പീരീഡ് ബിഗിനിങ് ആകുമ്പോൾ 6.5 മന്ത്സ് ആണ്. ഇൻറ്റു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഈ കേസിൽ 10% ആയിരുന്നു. 10 ഡിവൈഡഡ് ബൈ 100 എത്ര കിട്ടും? 3,250. 3,250. ഇങ്ങനെയാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ബിഗിനിങ് ഓഫ് ദ മന്ത് ആണെങ്കിൽ. ഇനി അടുത്തതെന്ന് പറയുന്നത് മിഡിൽ ഓഫ് ദ മന്ത് ആണെങ്കിൽ ഒരു 15-ാം തീയതിയോടാണ് എമൗണ്ട് പിൻവലിക്കുന്നതെങ്കിൽ എങ്ങനെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നാണ് നോക്കുന്നത്. രണ്ടാമത് നമ്മൾ പറഞ്ഞു മിഡിൽ ഓഫ് ദ മന്തിൽ എമൗണ്ട് പിൻവലിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഈ കേസിൽ നമ്മൾ ഇൻട്രസ്റ്റ് ആവറേജ് പീരീഡിനാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പം മിഡിൽ ഓഫ് ദ മന്ത് ആണെങ്കിൽ എങ്ങനെ ആവറേജ് പീരീഡ് കണ്ടുപിടിക്കും? ആവറേജ് പീരീഡ് ഈസ് ഈക്വൽ ടു ബിഗിനിങ് ഓഫ് ദ മന്ത് ആയപ്പോൾ
ആവറേജ് പീരീഡ് കണ്ടുപിടിച്ച് എങ്ങനെയാ? ടോട്ടൽ പീരീഡ് ഇൻ മന്ത്സ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2. ഇവിടെ ആവറേജ് പീരീഡ് കണ്ടുപിടിക്കുന്നതിന്റെ ഇക്വേഷൻ ടോട്ടൽ പീരീഡ് ഇൻ മന്ത്സ് ഡിവൈഡഡ് ബൈ 2. ടോട്ടൽ പീരീഡ് ഇൻ മന്ത്സ് ഡിവൈഡഡ് ബൈ 2. ഇപ്പോൾ ഒരു വർഷം 12 മാസമാണുള്ളത്. ആവുമ്പോൾ 6 മന്ത്സ്. ആവറേജ് പീരീഡ് എത്ര വരും? 6 മന്ത്സ്. 6 മാസത്തേക്കാണ് മിഡിൽ ഓഫ് ദ മന്ത് ആണെങ്കിൽ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ആവറേജ് പീരീഡ് എത്ര വരും? 6 മന്ത് എന്ന് വരും. ആവറേജ് പീരീഡ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ടോട്ടൽ പീരീഡ് ഇൻ മന്ത്സ് ഡിവൈഡഡ് ബൈ 2. ഒരു എക്സാമ്പിൾ നോക്കാം. ടോമി withdraws 6,000 at the middle of every month for private purpose. പേഴ്സണൽ പർപ്പസിന് വേണ്ടി ടോമി എന്ന് പറയുന്ന പാർട്ട്ണർ ഫേമിൽ നിന്നും എല്ലാ മാസവും മിഡിലായിട്ട് 15-ാം തീയതിയോടെ 6,000 രൂപ വീതം പിൻവലിക്കുമായിരുന്നു. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഈസ് 6% പെർ ആനം. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 6%. കാൽക്കുലേറ്റ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഫോർ ദ ഹോൾ ഇയർ. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെ ഡീറ്റെയിൽസാണ് തന്നിരിക്കുന്നത്? പാർട്ട്ണറിന്റെ പേര് ടോമിയാണ് പാർട്ട്ണർ. 6,000 പെർ മന്ത് ആണ്. ഒരു മാസം 6,000 രൂപ. അങ്ങനെ ആകുമ്പോൾ ഒരു വർഷത്തെ എമൗണ്ട് കണ്ടുപിടിക്കണം. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പറയുന്നത് 6%. മിഡിൽ ഓഫ് ദി മന്തിലാണ് എമൗണ്ട് പിൻവലിക്കുന്നത്. മിഡിൽ ഓഫ് ദ മന്തിലാണ് എമൗണ്ട് പിൻവലിക്കുന്നത്. അത് നമ്മൾ ആദ്യം എന്താണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ആവറേജ് പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യുക. ആവറേജ് പീരീഡ് ഈസ് ഈക്വൽ ടു നമ്മൾ പഠിച്ചതാണ് ടോട്ടൽ പീരീഡ് ഇൻ മന്ത്സ്. ടോട്ടൽ പീരീഡ് ഇൻ മന്ത്സ് ഡിവൈഡഡ് ബൈ 2 is equal to 12 months divided by 2 is equal to 6 months വരും. 6 മാസം. ഇനി ടോട്ടൽ ഡ്രോയിങ്സ്. ടോട്ടൽ ഡ്രോയിങ്സ് ഈസ് ഈക്വൽ ടു 6,000 മാസത്തിൽ. അങ്ങനെ ആകുമ്പോൾ ഒരു വർഷം ആകുമ്പോൾ എത്ര വരും? 6,000 into 12 72,000. 72,000 രൂപ. അതാണ് ടോട്ടൽ ഡ്രോയിങ്സ്. ഇനി ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഈസ് ഈക്വൽ ടു ഏത് എമൗണ്ടിനാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ടോട്ടൽ ഡ്രോയിങ്സിന്. ടോട്ടൽ ഡ്രോയിങ്സ് എത്രയാണ്? 72,000 ഇൻറ്റു എത്ര കാലത്തേക്കാ? 6 മാസത്തേക്ക്. നമ്മുടെ ആവറേജ് പീരീഡ് എന്ന് പറയുന്നത് 6 മന്ത്സ് ആണ്. 6 മന്ത്സ് divided by 12 into എത്രയാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്? 6%. 100-ൽ 6. $2,160. 2,160 രൂപയാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് വരുന്നത്. അപ്പം മിഡിൽ ഓഫ് ദ മന്ത് ആണെങ്കിൽ ആവറേജ് പീരീഡ് കണ്ടുപിടിക്കുന്നതിൻ്റെ ഇക്വേഷൻ ടോട്ടൽ പീരീഡ് ഇൻ മന്ത്സ് ഡിവൈഡഡ് ബൈ 2 6 മന്ത്സ് എന്ന് കിട്ടും. ആ 6 മാസത്തേക്കാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അടുത്തതായി നമ്മൾ നോക്കണം ഡ്രോയിങ്സ് എത്രയുണ്ട്. ഒരു മാസം, ഈ കേസിൽ എക്സാമ്പിളിൽ ഒരു മാസം എത്ര രൂപയായിരുന്നു പിൻവലിച്ചത്? 6,000 രൂപ. ഒരു മാസം 6,000 രൂപ പിൻവലിക്കുമ്പോൾ ഒരു വർഷത്തേക്ക് എത്ര വരുന്നു? 72,000 രൂപ. ആ 72,000 രൂപയ്ക്ക് 6 മാസത്തേക്ക് 6% നിരക്കിലുള്ള ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്ര വരും? 2,160. 2,160 രൂപയാണ് കിട്ടേണ്ടത്. മനസ്സിലായല്ലോ? നമ്മൾ ബിഗിനിങ് ഓഫ് ദ മന്ത് പഠിച്ചു, മിഡിൽ ഓഫ് ദ മന്ത് പഠിച്ചു. ഇനി അടുത്തത് എന്താണ്? എൻഡ് ഓഫ് ദ മന്ത്. ഒരു മാസത്തിന്റെ അവസാനം പാർട്ട്ണർ എമൗണ്ട് പിൻവലിക്കുകയാണെങ്കിൽ എങ്ങനെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. എല്ലാ മാസവും അവസാനം
ഒരു പാർട്ണർ ഒരു നിശ്ചിത തുക പിൻവലിക്കുകയാണെങ്കിൽ ആ കേസിൽ ഇൻട്രസ്റ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഇവിടെയും ആവറേജ് പീരീഡിനാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എപ്പോഴാണ്? ഫിക്സഡ് എമൗണ്ട് വിഡ്രോൺ അറ്റ് ദി എൻഡ് ഓഫ് എവരി മന്ത്. 31st 30th എമൗണ്ട് പിൻവലിക്കുകയാണെങ്കിൽ ആവറേജ് പീരീഡ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ, ആവറേജ് പീരീഡ് ഈസ് ഈക്വൽ ടു total period in months minus 1 divided by 2. The total period in months minus 1 divided by 2. Beginning of the month ആയപ്പോൾ total period in months plus 1 divided by 2. Middle of the month ആയപ്പോൾ total period in months divided by 2. End of the month വന്നപ്പോഴോ total period in months minus 1 divided by 2. Total period in months എന്ന് പറഞ്ഞാൽ 12 മാസം minus 1 divided by 2 is equal to 11 by 2, 5.5 months വരും. 5.5 മാസത്തേക്കാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 6.5, 6, 5.5 ഇല്ലേ? അത് ഓർത്തിരുന്നോണം. ബിഗിനിങ്ങിലാണെങ്കിൽ നമ്മൾ 6.5 മന്ത്സിലേക്കാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. മിഡിൽ ഓഫ് ദ മന്ത് ആണെങ്കിൽ 6 മന്തിലേക്കാണ്. എൻഡ് ഓഫ് ദ മന്ത് ആണെങ്കിലോ 5.5. അങ്ങനെയാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ ആവറേജ് പീരീഡ് കണ്ടുപിടിക്കുന്നതിൻ്റെ ഇക്വേഷൻ ടോട്ടൽ പീരീഡ് ഇൻ മന്ത്സ് minus 1 divided by 2. ഒരു എക്സാമ്പിൾ നോക്കാം. X withdraws from his firm 10,000 on the last day of every month. എല്ലാ മാസവും അവസാനം എക്സ് എന്ന് പറയുന്ന പാർട്ണർ 10,000 രൂപ പിൻവലിക്കുവാൻ. ഇൻട്രസ്റ്റ് ഈസ് ചാർജ്ഡ് ഓൺ ഡ്രോയിങ്സ് അറ്റ് ദ റേറ്റ് ഓഫ് 12%. ഡ്രോയിങ്സിന് ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റിൻ്റെ റേറ്റ് 12%. കാൽക്കുലേറ്റ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഫോർ ദി ഇയർ. ആ വർഷത്തേക്കുള്ള ഡ്രോയിങ്സിൻ്റെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ്? എക്സ് എന്ന് പറയുന്ന പാർട്ട്ണർ എക്സ് ആണ്. എല്ലാ മാസവും 10,000 per month പിൻവലിക്കുന്നു. എൻഡ് ഓഫ് ദി മന്ത് ആണ്. എല്ലാ മാസവും അവസാനമാണ് പിൻവലിക്കുന്നത്. റേറ്റ് 12%. അപ്പോൾ ഇവിടെ ആവറേജ് പീരീഡ് കണ്ടുപിടിക്കുക. ആവറേജ് പീരീഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ പീരീഡ് ഇൻ മന്ത്സ് minus 1 divided by 2 is equal to 12 minus 1 divided by 2, 5.5 months. Total drawings is equal to ഏത് എമൗണ്ടിനാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് കണ്ടുപിടിക്കണ്ടേ? ഏത് എമൗണ്ടിന്? 10,000 per month ആണ്. ഒരു മാസം 10,000 രൂപ പിൻവലിക്കുന്നു. അപ്പോൾ 12 മാസം എത്ര വരും? 10,000 ഗുണം 12, 1,20,000. ടോട്ടൽ ഡ്രോയിങ്സ് എത്ര വരും? 1,20,000. ഈ 1,20,000 രൂപയ്ക്ക് 5.5 മന്ത്സിലേക്ക് 12% റേറ്റിലാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഈസ് ഈക്വൽ ടു 1,20,000 ഇൻറ്റു 1,20,000, അതായത് എമൗണ്ട് ഓഫ് ഡ്രോയിങ്സ് 1,20,000 ഇൻറ്റു ആവറേജ് പീരീഡ് 5.5 months. ഇൻറ്റു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്ര? 12 divided by 100. 12 divided by 100. 6,600. 6,600 ആണ് വരുന്നത്. 6,600 രൂപയാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് വരുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്
വെയർ എ ഫിക്സഡ് എമൗണ്ട് ഈസ് വിഡ്രോൺ എവരി മന്ത്. എല്ലാ മാസവും ഒരു ഫിക്സഡ് എമൗണ്ട് പിൻവലിക്കുകയാണെങ്കിൽ ഈ ഫിക്സഡ് എമൗണ്ട് പിൻവലിക്കുന്നത് ഒന്നുകിൽ ബിഗിനിങ് ഓഫ് ദി മന്തിലാകാം, അല്ലെങ്കിൽ മിഡിൽ ഓഫ് ദ മന്തിലാകാം, അല്ലെങ്കിൽ എൻഡ് ഓഫ് ദ മന്തിലാകാം. ബിഗിനിങ് ഓഫ് ദ മന്തിലായാലും മിഡിൽ ഓഫ് ദ മന്ത് ആയാലും എൻഡ് ഓഫ് ദ മന്ത് ആയാലും നമ്മൾ ആവറേജ് പീരീഡിനാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ആവറേജ് പീരീഡ് ഓരോ കേസിലും എങ്ങനെ കണ്ടുപിടിക്കാം? ബിഗിനിങ് ഓഫ് ദ മന്ത് ആണെങ്കിൽ ആവറേജ് പീരീഡ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ടോട്ടൽ പീരീഡ് ഇൻ മന്ത്സ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2, ദാറ്റ് ഈസ് 6.5 മന്ത്സ് കിട്ടും. മിഡിൽ ഓഫ് ദ മന്ത് ആണെങ്കിലോ ആവറേജ് പീരീഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ പീരീഡ് ഇൻ മന്ത്സ് ഡിവൈഡഡ് ബൈ 2. എൻഡ് ഓഫ് ദ മന്ത് ആണെങ്കിൽ ടോട്ടൽ പീരീഡ് ഇൻ മന്ത്സ് മൈനസ് 1 ഡിവൈഡഡ് ബൈ 2, 5.5 മന്ത്സ്. ഇങ്ങനെയാണ് ആവറേജ് പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പിന്നെ നമുക്കൊന്ന് ഒരു കാര്യമുള്ളത് ടോട്ടൽ ഡ്രോയിങ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. മന്ത്ലി പിൻവലിക്കുന്ന എമൗണ്ട് തന്നിരിക്കും ക്വസ്റ്റ്യനകത്തിൽ, അതിനെ 12 കൊണ്ട് ഒരു വർഷത്തേക്കുള്ള ഇൻട്രസ്റ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിരിക്കും ക്വസ്റ്റ്യനകത്ത് ചോദിക്കുന്നതെങ്കിൽ ഒരു വർഷത്തേക്കുള്ള ടോട്ടൽ ഡ്രോയിങ്സ് കണ്ടുപിടിക്കുക. 5000 രൂപ വെച്ചാണ് മാസം പിൻവലിക്കുന്നതെങ്കിൽ 12 × 5 60,000. അതിനുശേഷം ആവറേജ് പീരീഡ് നമുക്കറിയാം, ബിഗിനിങ്ങിലാണെങ്കിൽ 6.5 മന്ത്സ്, മിഡിലാണെങ്കിൽ 6 മന്ത്സ്, എൻഡ് ഓഫ് ദ മന്ത് ആണെങ്കിൽ 5.5 മന്ത്സ്. ആ കാലയളവിലേക്ക് അവർ പറയുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വെച്ച് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് ഡ്രോയിങ്സിന് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട വിവിധ മെത്തേഡുകൾ.